ഹലോ, പെട്ടെന്ന് തീരുമാനിച്ച ഒരു ഗുരുവായൂർ ട്രിപ്പായിരുന്നു ഇത്തവണ. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ 2 ദിവസത്തെ പാർക്കിംഗ് ടിക്കറ്റ് എടുത്ത് കാർ പാർക്ക് ചെയ്ത് നേരെ പ്ലാറ്റ്ഫോമിലേക്ക്. തിരുവനന്തപുരം ടു ഷൊർണൂർ പോകുന്ന വേണാട് എക്സ്പ്രസിലായിരുന്നു യാത്ര. കൃത്യം 7:40 ആയപ്പോൾ ട്രെയിൻ സ്റ്റേഷനിലെത്തി. കയറിയ ഉടനെ തന്നെ സീറ്റ് കിട്ടിയതിനാൽ കുഞ്ഞിന് ഫുഡ് കൊടുക്കാനും മറ്റും ബുദ്ധിമുട്ടുണ്ടായില്ല. കൃത്യം 11:30 ട്രെയിൻ തൃശ്ശൂരിലെത്തി. ഗുരുവായൂർ ബസ് പിടിച്ചു. റോഡ് വളരെ മോശമായിരുന്നാൽ പോലും കുഞ്ഞിന് സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞു. ഗുരുവായൂരിലെ വടക്കേ നടയ്ക്ക് അടുത്തായി ഹോട്ടൽ പ്രീ ബുക്ക് ചെയ്തതുകൊണ്ട് അധിക താമസമില്ലാതെ തന്നെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ 2 AC റൂമാണ് എടുത്തത്. ബാഗും മറ്റു സാധനങ്ങളും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ശേഷം ഉച്ചയൂണ് കഴിക്കാൻ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറി. കുഞ്ഞു വഴക്കിട്ടതിനാൽ ഞാൻ അവനെ അവിടെയുള്ള ചിത്രങ്ങളും മറ്റും കാണിക്കുന്നതിനിടയിൽ ക്യാഷ് കൗണ്ടറിലെ അമ്മ പറഞ്ഞപ്പോഴാണ് ഉത്സവത്തിന് വേണ്ടി കലശവും മറ്റു വിശേഷാൽ പൂജകളും നടത്തി വരുന്നതിനാൽ മാർച്ച് 2 മുതൽ 19 വരെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ചുറ്റമ്പലത്തിനകത്തേക്ക് കയറ്റാൻ പാടില്ല എന്ന വിവരം അറിഞ്ഞത്. നേരത്തെ അറിഞ്ഞതുകൊണ്ട് എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യാൻ സാധിച്ചു. കുളി കഴിഞ്ഞ് നേരെ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി. അച്ചാച്ചനെ കുഞ്ഞിനെ ഏൽപ്പിച്ച് ഗുരുവായൂരിൽ നിന്നും തൊഴുതിറങ്ങി. ഗുരുവായൂരിൽ മാത്രം കിട്ടുന്ന ആ വൈബ് ഒന്ന് ആസ്വദിക്കാൻ ചുറ്റുമൊന്ന് നടന്ന ശേഷം ഒരു നൃത്തവും ചെയ്ത് അമ്പലത്തിന് സമീപത്തെ ദ്വാരക എന്ന ഹോട്ടലിൽ കയറി ചൂട് ചായയും ഭക്ഷണവും കഴിച്ചു. തിരികെ റൂമിലേക്ക്. രാവിലെ 9:30 ചെക്കൗട്ട് ചെയ്ത ശേഷം തൃശ്ശൂരിലേക്ക് തിരിച്ചു. 11:30 പരശുറാമിനാണ് കയറിയത്. കൃത്യം 4:30 ചെങ്ങന്നൂരിലെത്തി. തലേന്ന് പാർക്ക് ചെയ്ത കാർ എടുത്ത് വീട്ടിലേക്ക് വരും വഴിയാണ് അപ്രതീക്ഷിതമായി ഐക്കാട്ട് പാലത്തിന് സമീപമായി നാടൻചന്ത കാണാൻ ഇടയായത്. ഇതിനെ പറ്റിയുള്ള വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 6:30 മണിയോടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ ബൈ.